ആളില്ലാതെ ബസ്സുകൾ കാലിയായി ഓടുന്നതിന്റെ നഷ്ടം നികത്താൻ പുത്തൻ പരിഷ്കാരവുമായി എത്തുകയാണ് KSRTC. സംസ്ഥാനാന്തര റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകളിലെ പോലെ ഡൈനാമിക് ടിക്കറ്റ് പ്രൈസിംഗ് സംവിധാനം ആരംഭിക്കാനാണ് KSRTC പദ്ധതിയിടുന്നത്. ആദ്യഘട്ടത്തിൽ ബാംഗ്ലൂർ, മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രീമിയം ബസ്സുകളിലാണ് ഇത് നടപ്പിലാക്കുക. പുതിയ പദ്ധതി വിജയമായാൽ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന കൂടുതൽ യാത്രക്കാർ KSRTCയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. ഡൈനാമിക് പ്രൈസിംഗ് KSRTC ഡയറക്ടർ ബോർഡ് കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. എന്നാൽ എപ്പോഴാണ് നിലവിൽ വരികയെന്ന പ്രഖ്യാപനം പിന്നീടാണ് ഉണ്ടാവുക. പ്രവൃത്തി ദിവസങ്ങളിൽ പലപ്പോഴും ബസ്സുകൾ ഒരു ഭാഗത്തേക്ക് ആളില്ലാതെയാണ് സർവീസ് നടത്തേണ്ടി വരുന്നത്. ഇങ്ങനെ വരുന്ന നഷ്ടം ഡൈനാമിക് പ്രൈസിംഗിലൂടെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരള, കർണാടക എന്നീ RTC ബസ്സുകളിൽ ഉത്സവ സീസണുകളിലും വാരാന്ത്യങ്ങളിലും ഫ്ലെക്സി നിരക്കുകളാണ് ഈടാക്കുന്നത്. AC, non-AC ബസ്സുകളിൽ ഒരു മാസം മുൻപും 24 മണിക്കൂർ മുമ്പും ടിക്കറ്റ് എടുത്താൽ 20 മുതൽ 30% അധിക നിരക്ക് നൽകണം. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വെള്ളിയാഴ്ചകളിലും തിരിച്ച് ഞായറാഴ്ചകളിലുമാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ തിങ്കളാഴ്ച അടക്കമുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ബാംഗ്ലൂരിൽ നിന്ന് മടങ്ങുന്ന ബസ്സുകളിൽ 10-ൽ താഴെ യാത്രക്കാരാണ് ഉണ്ടാകാറുള്ളത്. ഇന്ധന ചെലവ് പോലും ലഭിക്കാത്തത് KSRTC ബസ്സുകളിൽ കനത്ത സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഒരു ബസ്സിൽ ആദ്യം ബുക്ക് ചെയ്യുന്ന നിശ്ചിത ശതമാനം ടിക്കറ്റുകൾക്കാണ് നിരക്കിളവ് ലഭിക്കുക. അങ്ങനെ 50% സീറ്റുകൾ അനുവദിക്കാനാകും. ബാക്കി വരുന്ന 40% സീറ്റുകളിൽ സർവീസ് ആരംഭിക്കുന്നതിന്റെ ഒരാഴ്ചയ്ക്കുള്ളിൽ ടിക്കറ്റ് എടുത്താൽ പതിവ് നിരക്കും 10% സീറ്റുകളിൽ 24 മണിക്കൂറിനുള്ളിൽ ബുക്ക് ചെയ്യുന്നവരിൽ നിന്ന് നിശ്ചിത ശതമാനം അധിക നിരക്കും ഈടാക്കും. വിമാന കമ്പനികളാണ് ആദ്യം ഡൈനാമിക് പ്രൈസിംഗ് സംവിധാനം ആരംഭിച്ചതെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയും നടപ്പിലാക്കുന്നുണ്ട്. ഉത്സവ സീസണുകളിൽ സ്പെഷ്യൽ ട്രെയിനുകളിലാണ് സമാന രീതി ഏർപ്പെടുത്തിയത്. ഇപ്പോൾ സ്പെഷ്യൽ ട്രെയിനുകളിൽ 30% അധിക നിരക്കാണ് ഈടാക്കുന്നത്.